നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം പുറത്തറിഞ്ഞത് വീട്ടിലെ വൻ മോഷണം, മണിക്കൂറുകൾക്കുള്ളിൽ മരുമകളുടെ കൊലപാതകം. കഴിഞ്ഞ ദിവസം മുതൽ നടുക്കത്തിലാണ് കണ്ണൂർ കല്യാട്ടെ കൊച്ചു ഗ്രാമം. കല്യാട്ട് മോഷണം നടന്ന വീട്ടിലെ യുവതി ദർശിതയെ കൊന്നത് അതിക്രൂരമായിട്ടെന്ന് റിപ്പോർട്ട്. വായിൽ സ്ഫോടക വസ്തു തിരികെ പൊട്ടിച്ചായിരുന്നു കൊലപാതകം. കർണാടക സാലി ഗ്രാമത്തിലെ ലോഡ്ജിലാണ് ദർശിതയെ പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ സുഹൃത്ത് സിദ്ധരാജു കർണാടക പോലീസിന്റെ പിടിയിലായി. ദർശിതയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയുമാണ് കാണാതായത്. ഇതേ ദിവസമാണ് ഇവർ വീട് പൂട്ടി കർണാടകയിലേക്ക് പോയത്. സ്വർണവും പണവും കവർന്നതിന് പിന്നിൽ ദർശിതയും സുഹൃത്തുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇത് കല്യാട്ടെ ഒരു വീട്ടിൽ നടന്ന മോഷണത്തിന് പിന്നാലെയാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയത്. അതായത് ആ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്നത് മരുമകളും അവരുടെ ആൺസുഹൃത്തുമാണെന്ന് ചില സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അതേ ദിവസം തന്നെ ഈ മരുമകൾ ദർശിതയുടെ കൊലപാതകം നടക്കുന്നു. അതായത് ആസൂത്രിതമായി നടത്തിയ മോഷണം, കൊലപാതകം. ഇതിൻ്റെ ആസൂത്രകൻ ഈ ആൺസുഹൃത്ത് സിദ്ധരാജു എന്ന് തന്നെ പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? കാരണം ആ വീട്ടിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ടത് 30 പവൻ സ്വർണവും 5 ലക്ഷം രൂപയുമാണ്. ഇത് ദർശിത ആ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ പുരുഷ സുഹൃത്ത്, ആൺസുഹൃത്ത് അവിടേക്ക് എത്തി എന്നാണ് പോലീസിൻ്റെ നിഗമനം. ഇയാളുടെ കർണാടക സ്വദേശിയാണ്, സിദ്ധരാജു എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ അവിടെ എത്തുകയും ഒരു കവർച്ചയുടെ ലക്ഷണം അവിടെ സൃഷ്ടിച്ചുകൊണ്ട് ഈ പണവും സ്വർണവുമായി അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു എന്നാണ് പോലീസ് കരുതുന്നത്. അതിൻ്റെ സൂചനകൾ ഇതിനകം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ നേരത്തെ തന്നെ പരിചയമുള്ള ആളുകളാണ്. കർണാടക സ്വദേശിയാണ് ദർശിത. കണ്ണൂർ സ്വദേശിയെ വിവാഹം ചെയ്ത് ഇവിടേക്ക് വരികയായിരുന്നു. ഇരിക്കൂറിലാണ് ഇവരുടെ വീടുള്ളത്, കല്യാട്ട് ആണ് ഇവരുടെ വീടുള്ളത്, ഭർത്തൃഗൃഹമുള്ളത്. ഭർത്താവാകട്ടെ വിദേശത്താണ്. ഈ ആൺസുഹൃത്തുമായി പിന്നീടും ഇവർ സൗഹൃദം തുടരുകയായിരുന്നു. 2.5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. ഈ മോഷണം നടക്കുന്ന ദിവസം രാവിലെ ഭർത്തൃമാതാവും സഹോദരനും, ഭർത്താവിൻ്റെ സഹോദരനും രാവിലെ തന്നെ അവരുടെ ജോലിക്ക് പോയിരുന്നു. ഈ സമയത്ത് താൻ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ദർശിത ഈ വീട്ടിൽ നിന്നിറങ്ങുന്നത്. ഇവരെ വിളിച്ചറിയിക്കുകയായിരുന്നു. ഈ സമയത്ത് അവിടേക്ക് സിദ്ധരാജു എത്തിയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല സിദ്ധരാജുവിനൊപ്പം മറ്റ് ചിലർ കൂടി ഉണ്ടായിരുന്നു എന്ന സൂചനകൾ വരുന്നു. അതായത് ഒരു മോഷണ സംഘം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇവരെത്തിയത്. പിന്നീട് ദർശിത നാട്ടിലേക്ക് പോവുകയും അവരുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ സ്വന്തം വീട്ടിലാക്കി അവിടെ നിന്ന് ഈ പുരുഷ സുഹൃത്തിനോടൊപ്പം പോവുകയും ചെയ്തു. തുടർന്ന് ഇവർ ലോഡ്ജിൽ മുറിയെടുക്കുന്നു. സാലിഗ്രാമത്തിലെ ലോഡ്ജിലാണ് മുറിയെടുക്കുന്നത്. അവിടെ വെച്ച് ചില തർക്കങ്ങളുണ്ടായതായാണ് വിവരം. തുടർന്ന് ഈ കൊലപാതകം നടത്തി എന്ന് കരുതുകയും ചെയ്യുന്നു. പക്ഷേ സിദ്ധരാജു പോലീസിന് നൽകിയിട്ടുള്ള മൊഴി, തങ്ങൾ രണ്ടുപേരും ലോഡ്ജ് മുറിയിലുണ്ടായിരുന്നു. താൻ ആഹാരം വാങ്ങുന്നതിന് വേണ്ടി പുറത്തേക്ക് പോയി. തിരികെ വരുമ്പോൾ ഈ മുറി പൂട്ടിയ നിലയിലായിരുന്നു. തുറന്നു നോക്കുമ്പോൾ, ജീവനക്കാരുടെ സഹായത്തോടെ തുറന്നു നോക്കുമ്പോഴാണ് ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് പറയുന്നു. ഡിറ്റനേറ്റർ വായിൽ തിരികിയ ശേഷം ഇത് പൊട്ടിക്കുകയായിരുന്നു. ഇലക്ട്രിക് വയറുകളുടെ സഹായത്തോടു കൂടി അത് പൊട്ടിക്കുകയായിരുന്നു. അത് കൊലപാതകം എന്ന് തന്നെയാണ് കരുതുന്നത്. മുഖം പൂർണ്ണമായും വികൃതമായ നിലയിലായിരുന്നു. ഈ സ്വർണവും പണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും തുടർന്ന് ഈ കൊലപാതകം നടത്തിയെന്നുമാണ് പോലീസ് കരുതുന്നത്. ഏതായിരുന്നാലും വിശദമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ടോം. യെസ് വിനോദ്, അങ്ങനെയെങ്കിൽ ഇത് ഈ ദർശിതയുടെ കൊലപാതകവും ആസൂത്രിതമായിരുന്നോ, അതോ ഇരുവരും തമ്മിലുള്ള ഈ തർക്കത്തെ തുടർന്ന് പിന്നീട് പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ഈ ആൺസുഹൃത്ത് നടത്തിയ കൊലപാതകം എന്നാണോ സംശയിക്കേണ്ടത്? അതോ ഈ മോഷണം നടത്തി ദർശിതയെ, ഈ കാമുകിയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആൺസുഹൃത്തും സംഘവും അവിടെ എത്തി അതിനുശേഷം നടത്തിയ കൊലപാതകം എന്നാണോ കരുതേണ്ടത്? മാത്രമല്ല, ഈ കേസിലെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും സിദ്ധരാജു ഇപ്പോൾ കർണാടക പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇതിലെ ഈ പ്രാഥമിക മൊഴിയാണ് കൊലപാതകത്തിൽ, അല്ലെങ്കിൽ കൊലപാതകം താൻ നടത്തിയതല്ല, തനിക്ക് പങ്കില്ല എന്ന കാര്യം സിദ്ധരാജു പറയുന്നത്. അവിടെയാണ് മറ്റു ചില സംശയങ്ങൾ. കാരണം ഇയാളുടെ കൂടെ മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു എന്ന സൂചനകളുണ്ട്. ഇയാൾ ഒറ്റയ്ക്കല്ല കണ്ണൂരിലെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ ഈ സ്വർണവും പണവും തട്ടിയെടുക്കുമ്പോൾ ദർശിതയ്ക്കും സിദ്ധരാജുവിനൊപ്പം മറ്റ് ചിലർ കൂടി ഉണ്ടായിരുന്നു എന്ന സംശയമുണ്ട്. ഇയാൾ ഒരു സംഘമായി എത്തി എന്ന ചില സൂചനകൾ പോലീസിനുണ്ട്. പക്ഷേ അതിനൊരു സ്ഥിരീകരണം
സ്ഥിരീകരണമായിട്ടില്ല, വിശദമായി ചോദ്യം ചെയ്യണം. ഏതായിരുന്നാലും ഇത് കൊലപാതകമാണ് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. തനിക്ക് പങ്കില്ലെന്ന് സിദ്ധരാജു പറയുന്നെങ്കിലും അത് പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. ഡിറ്റനേറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇയാൾ ഇവിടെ നിന്ന് സമാഹരിച്ചു, ശേഖരിച്ചു എന്നതടക്കമുള്ളത് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആസൂത്രിതമായ കൊലപാതകമാണ്. കാരണം 30 പവനും 5 ലക്ഷം രൂപയുമായാണ് കല്യാട്ട വീട്ടിൽ നിന്ന് ഇവർ പോകുന്നത്. അവിടെ ഒറ്റനോട്ടത്തിൽ ഒരു മോഷണം നടന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുകയും പിന്നീട് ഈ സ്വർണവും പണവുമായി കർണാടകയിലേക്ക് പോവുകയും ദർശിതയുടെ വീട്ടിൽ, അവിടെയാണ് അവരുടെ സ്വന്തം വീട്, ആ വീട്ടിലെത്തി 2.5 വയസ്സുള്ള കുഞ്ഞിനെ വീട്ടുകാരെ ഏൽപ്പിച്ച ശേഷമാണ് ആ വീട്ടിൽ നിന്ന് ഈ കാമുകനൊപ്പം പുറത്തേക്ക് പോകുന്നത്. എന്നിട്ട് ഇവർ സാലിഗ്രാമത്തെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്നു. അവിടെ വെച്ച് ഈ സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ തർക്കമുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും പ്രതി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്, കർണാടക പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. വിശദമായി ചോദ്യം ചെയ്യുകയാണ് ടോം. വിനോദ്, കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം ഈ കർണാടക സ്വദേശിയായിട്ടുള്ള ആൺസുഹൃത്ത് തനിച്ചല്ല ഈ കൊലപാതകം നടത്തിയത്. ഈ മോഷണത്തിനടക്കം കൂടുതൽ പേരുടെ സഹായം ലഭിച്ചിരുന്നു എന്നൊരു സംശയമാണ് പോലീസിനുള്ളത്. അങ്ങനെയെങ്കിൽ മറ്റു പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട്. അവരും കർണാടക സ്വദേശികളാണോ? ടോം, ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഈ കൊലപാതകത്തിൻ്റെ രീതിയാണ്. സാധാരണ ഇങ്ങനെ ഈ പുരുഷ സുഹൃത്തുക്കളുമായി പോവുകയും അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ നിരവധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവത്തിൽ കാണുന്നത് ഈ ഡിറ്റനേറ്ററൊക്കെ വായിൽ തിരികെ, സ്ഫോടക വസ്തു വായിൽ തിരികെ, പിന്നെ ഇലക്ട്രിക് വയറിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അത് വായിൽ വെച്ച് പൊട്ടിച്ച് കൊലപ്പെടുത്തുക എന്ന ഏറ്റവും ക്രൂരമായ രീതിയിലുള്ളൊരു കൊലപാതകമാണ്. അത് ഇയാൾ ഒറ്റയ്ക്ക് മാത്രമാണോ നടത്തിയത് എന്നതിലാണ് പോലീസിന് സംശയമുള്ളത്. മാത്രമല്ല, ഈ 30 പവനും 5 ലക്ഷം രൂപയുമായി വീട്ടിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഇവർക്കൊപ്പം കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന ചില സൂചനകളാണ്. കാരണം ഈ വീട്ടുകാർ പറയുന്നത്, സുഭാഷിൻ്റെ മാതാവും സഹോദരനും പറയുന്നത്, ഇവർ ഈ വീട് പൂട്ടിപ്പോകുമ്പോൾ താക്കോൽ അവിടെ തന്നെ ഇവർക്ക് വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വയ്ക്കുന്നതാണ് രീതി. ആ താക്കോൽ അവിടെ നിന്ന് എടുത്തിരിക്കുന്നു എന്നതാണ്. അതായത് ദർശിതയുടെ അറിവോടുകൂടിയാണ് ആ താക്കോൽ അവിടെ നിന്ന് എടുത്തതെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. ദർശിത കൂടി കൂട്ടുനിന്നുകൊണ്ട് തന്നെയാണ് ഈ കവർച്ച നടത്തിയിട്ടുള്ളത്. ഈ 30 പവൻ സ്വർണവും 5 ലക്ഷം രൂപയും ആ വീട്ടിലുണ്ടായിരുന്നു എന്ന കാര്യം കൃത്യമായി ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ കവർച്ച നടത്തിയിട്ടുള്ളതും. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പണവുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാകുന്നു. ഒരുപക്ഷെ ദർശിതയെ ഒഴിവാക്കാൻ സിദ്ധരാജുവിൻ്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായിട്ടുണ്ടാകാം. അതുതന്നെയായിരിക്കും ഇവർ തമ്മിലുള്ള തർക്കത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. സ്വർണവും പണവും കൈക്കലാക്കി ദർശിതയെ ഒഴിവാക്കുക എന്നൊരു രീതിയിലേക്ക് ഇയാൾ പോയിട്ടുണ്ടാകും. കാരണം ഇയാളുടെ ഒരു പശ്ചാത്തലം പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്രിമിനൽ രീതികൾ ഉള്ള ഒരു കാര്യമാണ്. ഇയാളുടെ സുഹൃത്തുക്കൾക്ക് അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പണവും സ്വർണവും കൈക്കലാക്കി യുവതിയെ ഒഴിവാക്കുക എന്നൊരു രീതിയിലേക്ക് പോയിട്ടുണ്ടാകും. 2.5 വയസ്സുള്ള കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ടാണ് യുവതി പുരുഷ സുഹൃത്തിനോടൊപ്പം പോകുന്നത്. അവിടെ തർക്കമുണ്ടാകുകയും അത് ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചുവെന്നുമാണ് കരുതുന്നത് കേട്ടോ. വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ കൊലപാതകത്തിൻ്റെ രീതി തന്നെയാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. കാരണം ഒരു ക്വാറികളിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തു വായിൽ തിരികെ അങ്ങനെ നിഷ്ഠൂരമായ രീതിയിൽ, ക്രൂരമായ രീതിയിൽ നടത്തിയ കൊലപാതകം. ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞു. നിരവധി കേസുകളിലെ പ്രതിയാണ്. ഇയാളുടെ കൂട്ടാളികളെക്കുറിച്ചും അത്തരം ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ഇതൊരു ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമെന്ന് തന്നെ കരുതേണ്ടതില്ല. കാരണം ഇവിടെ ഈ ഭർത്തൃ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 5 ലക്ഷം രൂപയും കവർന്ന് ഈ ആൺസുഹൃത്തിനൊപ്പം ദർശിത പോയത് അയാൾക്കൊപ്പം ജീവിക്കാൻ എന്ന് കരുതിയാണ്. അതിനുവേണ്ടി മകളെ, ഈ 2 വയസ്സുള്ള മകളെ സ്വന്തം വീട്ടിലേൽപ്പിക്കുന്നു. പിന്നീട് കാമുകനൊപ്പം പോകുന്നു. പക്ഷേ ഈ ആൺസുഹൃത്തിൻ്റെ ലക്ഷ്യം ഈ ദർശിതയുടെ പണവും സ്വർണവും മാത്രമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ഈ രീതി കൊന്നത്. കാരണം ഈ ക്വാറികൾ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തു കൈവശമുണ്ടായിരുന്നുവെങ്കിൽ അത് ദർശിതയെ കൊലപ്പെടുത്താൻ വേണ്ടി മാത്രം കരുതിയിരുന്നതായിരിക്കുമോ? തീർച്ചയായും അങ്ങനെ ഒരു ആസൂത്രിതമായ നീക്കമെന്ന് തന്നെയാണ് സംശയിക്കുന്നത്. കാരണം ഈ കവർച്ച നടന്നത് വീട്ടുകാർ അറിയുന്നു. ഭർത്തൃ വീട്ടുകാർ വൈകിട്ട് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തുമ്പോൾ ഭർത്താവിൻ്റെ മാതാവും സഹോദരനുമുണ്ട്. ഇവർ ഈ വീട്ടിൽ കവർച്ച നടന്ന കാര്യം സ്ഥിരീകരിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ദർശിതയെ പോലീസ് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ദർശിത ഫോൺ എടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ അത് അവർ സഞ്ചരിക്കുന്നതായി മനസ്സിലാക്കുന്നത്. നമുക്ക് ഇതിൽ നിഗമനം ഇങ്ങനെയാണ്. കാരണം മോഷണ വിവരം വീട്ടുകാർ പോലീസിനെ അറിയിക്കുന്നു. പുരുഷ സുഹൃത്തുമായി ദർശിത മറ്റൊരു ലോഡ്ജിലേക്ക് മാറുകയാണ്, സ്വന്തം വീട്ടിൽ നിന്ന് മാറുന്നു. പിന്നീട് ഈ കേസന്വേഷണവും പോലീസിൻ്റെ നടപടിയും ഒക്കെ വരുമെന്ന ഒരു ഭയം ഒരു വശത്തുണ്ട്. ഈ സ്വർണവും പണവും കൈക്കലാക്കണം എന്ന് ഈ ക്രിമിനൽ ചിന്താഗതിയുള്ള
സിദ്ധരാജുവിന് അങ്ങനെ ഒരു തോന്നലുണ്ടാവുകയും തർക്കത്തിലേക്ക് പോവുകയും കൊലപാതകം നടത്തിയെന്നുമാണ് കരുതുന്നത്. പക്ഷേ അവിടെ പെട്ടെന്നൊരു പ്രകോപനത്തിലുണ്ടായ കൊലപാതകമെന്ന് കരുതുക വയ്യ. കാരണം ഡിറ്റനേറ്റർ പോലുള്ള വസ്തുക്കളൊക്കെ വെച്ച് അത് വായിൽ തിരികെ അങ്ങനെ അത് പൊട്ടിച്ചുകൊണ്ട് ഒരാളെ കൊലപ്പെടുത്തുക എന്ന രീതിയിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായും പെട്ടെന്നൊരു പ്രകോപനത്തിൽ നടത്തുന്ന ഒരു കത്തി കൊണ്ട് കൊലപാതകം നടത്തുന്നത് പോലെയൊക്കെ കരുതുക വയ്യ. അതുകൊണ്ട് തന്നെയാണ് യുവതിയെ ഒഴിവാക്കി പണവും സ്വർണവും തട്ടിയെടുക്കുക എന്നൊരു ലക്ഷ്യം പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്ന സംശയമുള്ളത്. മാത്രമല്ല ഈ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. ടോം പറഞ്ഞതുപോലെ തന്നെ ക്വാറിയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ബന്ധം ഇയാൾക്കുണ്ട് എന്ന പ്രാഥമിക വിവരം വരുന്നുണ്ട്. കർണാടക പോലീസാണ് ഇപ്പോൾ ഇതിൽ അന്വേഷണം നടത്തുന്നത്. ഏതായിരുന്നാലും കേരള പോലീസിൻ്റെ ഒരു തുടർ അന്വേഷണം കൂടി, ഇടപെടൽ കൂടി ഈ കേസിലുണ്ടാകും. ഇപ്പോൾ ഈ പണത്തിനും സ്വർണത്തിനും വേണ്ടി നടത്തിയ കൊലപാതകം ആ നിലയ്ക്ക് തന്നെയാണ് ഇതിനെ കാണേണ്ടി വരിക. ടോം. യെസ്, വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. നാടിനെ സംബന്ധിച്ച് ഏറെ ഞെട്ടലുളവാക്കിയൊരു സംഭവമായിരുന്നു. ഒരു വീട്ടിൽ നടന്ന മോഷണം, അതിൻ്റെ അന്വേഷണത്തിലാണ് മരുമകളിലേക്കും അയാളുടെ ആൺ സുഹൃത്തിലേക്കും അന്വേഷണം എത്തുന്നത്. എന്നാൽ മരുമകളെ കർണാടകയിലെ ലോഡ്ജിൽ, ദർശിത എന്ന യുവതിയെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. വായിൽ സ്ഫോടക വസ്തു തിരികെ അത് പൊട്ടിത്തെറിച്ചുണ്ടായ മരണം കൊലപാതകമെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ആൺസുഹൃത്ത്, കർണാടക സ്വദേശിയായ ആൺസുഹൃത്ത് പോലീസിൻ്റെ കസ്റ്റഡിയിലൂടെ. ഇയാളുടെ കൂട്ടാളികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. 2024 മെയ് 15 പുലർച്ചെ കാഞ്ഞങ്ങാട്ടെ നാട്ടുകാർ ഉണർന്നത് 3ാം ക്ലാസ്സുകാരിക്ക് നേരെയുണ്ടായ കൊടും ക്രൂരതയുടെ വാർത്ത കേട്ടാണ്. പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ പോലീസിനൊപ്പം നാട്ടുകാർ ഒന്നാകെ അണിചേർന്നു. പോലീസ് 9 ദിവസം കൊണ്ട് പ്രതിയെ പിടികൂടുകയും ചെയ്തു. ഒടുവിൽ പടന്നക്കാട് 10 വയസ്സുകാരെ പീഡിപ്പിച്ച കേസിൽ 1.5 വർഷത്തിനുള്ളിൽ പ്രതിക്ക് കോടതി ശിക്ഷയും വിധിച്ചിരിക്കുന്നു. ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് പ്രതിക്ക് കോടതി വിധിച്ചത്. പ്രതി മരണം വരെയും ജയിലിൽ കഴിയണമെന്നും കോടതി വിധിച്ചു. കുടക് സ്വദേശി സലീം എന്ന സൽമാനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഇദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളിയാണ്. എൻ്റെ പ്രോസിക്യൂഷൻ വാദം ഇദ്ദേഹം പുറത്തിറങ്ങിയാൽ സൊസൈറ്റിക്ക് തന്നെ, സമൂഹത്തിന് തന്നെ ഒരു ഭീഷണിയാണ്. ഭീഷണി എന്നാണ് എൻ്റെ വാദം, പ്രോസിക്യൂഷൻ വാദം ഉണ്ടായത്. പക്ഷെ അത് കോടതി പരിഗണിച്ചില്ല. ഇത്തരം ഒരു സ്ഥിതിയാണ് കേസിനെ സംബന്ധിച്ച്. രണ്ടാം പ്രതിയെ സംബന്ധിച്ച് രണ്ടാം പ്രതി ഈ കവർച്ച ചെയ്ത മാല കുട്ടിയുടെ കമ്മൽ വിൽക്കാൻ വേണ്ടി സഹായിച്ചു. പുത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വിൽക്കാൻ വേണ്ടി സഹായിച്ചു എന്നാണ് രണ്ടാം പ്രതിക്കെതിരായിട്ടുള്ള കുറ്റം. ആ കുറ്റം അത് ഞാൻ അത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടില്ല, എങ്കിലും കോടതി കുറ്റക്കാരിയാണെന്ന് കണ്ടിട്ടുണ്ട്. ചെറിയ ഫൈൻ വിധിച്ചുകൊണ്ട് ആ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുന്നുണ്ട്. എല്ലാം സംതൃപ്തനാണ് പ്രോസിക്യൂഷൻ. ക്ലാരിറ്റിക്ക് വേണ്ടി സ്ഥിരം കുറ്റവാളിയാണെന്നുള്ളത് കോടതി അംഗീകരിച്ചില്ല. സ്ഥിരം കുറ്റവാളിയാണെന്ന് ആ കേസ് 525/2023 കേസ് ഈ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് വിക്ടിമിന് വേണ്ടി നോട്ടീസ് പോയിട്ടുണ്ട്. വിചാരണ അടുത്ത മാസം തന്നെ ആരംഭിക്കും. അതും ഇതേപോലെ സമാനമായുള്ള കേസാണ്. കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയി, കാട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ മാരകമായി ഇങ്ങനെ ചെയ്ത ഒരു കേസാണ്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇത് നാടിനെ, കാഞ്ഞങ്ങാട്ട് എന്ന നാട്ടുകാരെ സംബന്ധിച്ചേറെ ഞെട്ടലുളവാക്കിയൊരു വാർത്തയായിരുന്നു. നമ്മൾ 2024 മെയ് 15 ബൈജു ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ അവിടെ സ്ഥലത്തെത്തുമ്പോൾ ഒരു നാട് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരൊന്നാകെ പ്രതിക്ക് വേണ്ടി അന്വേഷണം നടത്തി. പക്ഷേ 9ാം ദിവസമാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. എന്നാൽ അതിൻ്റെ കുറ്റപത്രം അതിവേഗത്തിൽ സമർപ്പിക്കുന്നു. കേസിൻ്റെ ശിക്ഷ വരുന്നു, മാതൃകാപരമായ ശിക്ഷ. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രോസിക്യൂഷനും ആ പെൺകുട്ടിയുടെ കുടുംബവും വിധിയിൽ സംതൃപ്തരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയായിരുന്നു ഈ കേസിൻ്റെ അന്വേഷണത്തിലേക്കും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട, അതായത് ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ടോമേ, കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു സംഭവമാണ്. മാത്രമല്ല ഈ നാട് ഒരു വലിയ തോതിൽ ഞെട്ടലോട് കേട്ട ഒരു സംഭവമാണ്. അത് 10 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പുലർച്ചെ 2:30 ഇത്തരത്തിൽ വീടിനകത്ത് നിന്നും എടുത്തുകൊണ്ടുപോയി, ഉറങ്ങുന്ന ആളെ എടുത്ത് ചുമന്നു കൊണ്ടുപോയി സമീപത്ത് ഒരു പാടത്ത് കൊണ്ടുപോയി അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ചൊരു കേസാണ്. അതായത് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാതെ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം. ആ കേസിലാണ് ഇപ്പോൾ ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇത്തരത്തിൽ ഇയാൾക്കെതിരെ ഇരട്ട ജീവപര്യന്തം
മാത്രമല്ല ഇയാൾ മരണം വരെ ജയിലിൽ കഴിയണമെന്ന ഒരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. എന്നാലും ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പക്ഷെ അത് കോടതി ചെവിക്കൊണ്ടില്ല. അതിന് പകരം ഇത്തരത്തിൽ മരണം വരെ ജയിലിൽ കഴിയണമെന്ന ഒരു വിധിയാണ് ഇപ്പോൾ പ്രസ്താവിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇയാൾ ഈ സമയത്ത് ഇയാൾ ഒരു കുട്ടിയുടെ കാതിൽ നിന്നും ഒരു കമ്മൽ മോഷ്ടിച്ചിരുന്നു. ആ കമ്മൽ കൂത്തുപറമ്പിലെ ഒരു ജ്വല്ലറിയിലാണ് വിൽപ്പന നടത്തിയിരുന്നത്. ആ വിൽപ്പന നടത്താൻ സഹായിച്ച സുബൈദിയാണ് ഈ കേസിൽ ഇയാളുടെ സഹോദരി കൂടിയാണ് രണ്ടാം പ്രതി. ഇവരെ ഒരു ദിവസത്തെ തടവിനാണ് കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. വലിയ ശിക്ഷ ഇവർക്ക് നൽകിയിട്ടില്ല. ഒരു ദിവസത്തെ തടവിന് ഇന്ന് വൈകുന്നേരം വരെ കോടതി പിരിയും വരെ തടവിനും 1000 രൂപ പിഴയും ശിക്ഷ കൊടുക്കാൻ വിധിച്ചു. ഏതായാലും ഇയാള് ഈ PA സലീം എന്ന് പറയുന്ന ഈ നരാധവനെ സംബന്ധിച്ച് ഇയാൾ ഇതിൽ മുമ്പും ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രതിയാണ്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു 10ാം ക്ലാസ്സുകാരിയെ ഇത്തരത്തിൽ സ്കൂളിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ആദൂർ വനത്തിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ്. മറ്റൊരു കേസിൽ ഈ പോക്സോ കോടതിയിൽ തന്നെ ഇതേ കോടതിയിൽ തന്നെ ഇയാൾക്കെതിരെ മറ്റൊരു കേസിലും വിചാരണ നടത്തുന്നുണ്ട്. അതും പോക്സോ കേസാണ്. കർണാടകയിലും ഇയാൾക്കെതിരെ പോക്സോ കേസുണ്ട്. ഇങ്ങനെ സ്ഥിരമായ ഒരു കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ജീവിതകാലം മുഴുവൻ ജയിലിൽ ഇടണമെന്ന ഒരു വിധി ഇതിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. എന്നാലും ഈ സംഭവം 2024 മെയ് 15, അതായത് വളരെ വേഗം തന്നെ ഇതിന്റെ വാദങ്ങളെല്ലാം പൂർത്തിയായി ഇത് വിധി പറഞ്ഞു എന്നാണ് ഈ കേസിന്റെ പ്രത്യേകത. അത് മാത്രമല്ല 39 ദിവസം കൊണ്ട് ഇതിൽ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു എന്നതും വളരെ വലിയ പ്രത്യേകതയാണ്. 60 സാക്ഷികളെ വിസ്തരിച്ചു. ഈ 60 സാക്ഷികളിൽ ഒരാൾ പോലും കൂറുമാറിയില്ല എന്നതും ഈ കേസിന്റെ പ്രത്യേകതയാണ്. പ്രധാനമായും DNA സാമ്പിൾ ഒപ്പം മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിൽ കേസിൽ നിർണായകമായതും ഈ വിധി പ്രസ്താവനത്തിലേക്ക് എത്തിയതും. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെളിവുമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു തുടക്കത്തിലെങ്കിൽ 10 ദിവസത്തിനകം തന്നെ ഈ പ്രതിയെ പിടികൂടാനായി. ഇയാൾ ഈ കമ്മൽ വിറ്റതിന് ശേഷം കൂത്തുപറമ്പ് വിറ്റതിന് ശേഷം ബാംഗ്ലൂർ വഴി ആന്ധ്രാപ്രദേശിലേക്ക് അടുക്കുകയായിരുന്നു. പിന്നീട് പോലീസ് ഇയാളെ ആന്ധ്രാപ്രദേശിലെത്തിയാണ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, നിരന്തരം 10 ദിവസം ന്യൂസ് 18 തുടർച്ചയായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് 18 ആണ്. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വസ്തുത വരുന്നത്. ആദ്യം തട്ടിക്കൊണ്ടുപോയെന്നാണ് പ്രചരണം ഉണ്ടായത്. ഈ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഇയാൾ പാടത്ത് കൊണ്ടുപോയി ഇത്തരത്തിൽ ഈ കുട്ടിയെ വെറും 10 വയസ്സായ ഒരു കുട്ടിയായെന്ന് ഓർക്കണം. ഈ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം അവിടെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പുലർച്ചെ ഈ കുട്ടി തൊട്ട് സമീപത്തൊരു വീട്ടിൽ കോളിംഗ് ബെല്ലടിച്ച് ആ വീട്ടുകാരെ ഉണർത്തിയതിനു ശേഷമാണ് ഈ വിവരം പറയുന്നതും പിന്നീട് പോലീസിൽ വിവരം പറയുന്നതും ഒക്കെ ചെയ്യുന്നത്. അത്തരത്തിൽ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ഈ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന സമയത്ത് ആളുകൾ ഇയാളെ മർദ്ദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ തോതിൽ വാർത്തയായതാണ്, വലിയ ചർച്ചയായ ഒരു സംഭവമാണ്. ആ കേസിലാണ് 1.5 വർഷത്തിനകം തന്നെ ഈ വിധി വരുന്നത് എന്നതും ഏറ്റവും പ്രധാനമാണ്. അതിലിപ്പോൾ നൽകിയിരിക്കുന്ന ഈ വിധി ഇയാൾക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയണം എന്ന ഒരു വിധിയാണ്. അത് ഇരട്ട ജീവപര്യന്തമുണ്ട്, പോക്സോ വകുപ്പ് പ്രകാരമുണ്ട്. അത്തരത്തിൽ നിരവധി വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഇയാൾക്കെതിരെ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അതിൽ ഈ ജഡ്ജി എടുത്തു പറഞ്ഞത് ഇതിൽ ഇയാൾ മരണം വരെ ജയിലിൽ കഴിയണമെന്നാണ്. അല്പസമയം മുമ്പാണ് ഇയാളെ ഇത്തരത്തിൽ ഈ കോടതിയിൽ നിന്നും ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇയാൾ തുടരും. ഇയാളുടെ സഹോദരി കേസിലെ 2ാം പ്രതി സുബൈബ എന്ന് പറയുന്ന ആ സ്ത്രീ, അവരിപ്പോൾ വൈകുന്നേരം ഈ പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം, ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ്. ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീണ്ടും ഇതുപോലെ പെൺകുട്ടികളെയും സ്ത്രീകളെയും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്, പരമാവധി ശിക്ഷ നൽകണമെന്നൊരാവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ഈ വാദങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചായിരുന്നോ കോടതിയുടെ നടപടികൾ? തീർച്ചയായും ടോമെ, ഈ ശനിയാഴ്ചയായിരുന്നു ഇതിൽ ഈ കേസിൽ വിധി പറയാൻ വേണ്ടി എടുത്തിരുന്നത്. ആ സമയത്ത് ഒരു വാദം നടന്നിരുന്നു. അതിൽ പ്രോസിക്യൂഷൻ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണം. ഈ പ്രതി ഇത്തരത്തിൽ സ്ഥിരമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഒരാളാണ്. 2 കേസുകൾ ഇയാൾക്കെതിരെ സമാനമായ രീതിയിൽ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസുണ്ട്. ഈ പ്രതി പുറത്തിറങ്ങിയാൽ അത് വലിയ അപകടമാണ്. ഈ കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. ഒരുപക്ഷെ പ്രോസിക്യൂഷൻ വരെ ഇയാൾക്ക് വധശിക്ഷ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മോട് പങ്കുവച്ചത്. എന്നാൽ എങ്കിലും ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകിയിട്ടുണ്ട്. ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത രീതിയിലുള്ള ഒരു വിധി പ്രസ്താവന കൂടി ഉള്ളതുകൊണ്ട് ഒരു ആശ്വാസം എന്നാണ് അവർ പറഞ്ഞത്. കുടുംബം കോടതിയിൽ കുടുംബത്തിൽ നിന്നാരും കുട്ടിയുടെ കുടുംബത്തിൽ നിന്നാരും കോടതിയിൽ ഇന്നെത്തിയിരുന്നില്ല, വിധി പ്രസ്താവന കേൾക്കാൻ എത്തിയിരുന്നില്ല. കാരണം അവരുടെ മാനസികാവസ്ഥ ഇപ്പോഴും വളരെ മോശമാണ്. കാരണം നമുക്കറിയാമല്ലോ, അത്രത്തോളം ഒരു കുട്ടി, സ്നേഹിക്കുന്ന ഒരു കുട്ടി വല്യച്ഛനപ്പുറം കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്ത് പശുവിനെ കറക്കാൻ പോയ സമയത്ത് ഇയാൾ ഇതിനകത്ത്
കൃത്യമായി തക്കം പാർത്ത് ഈ കുട്ടിയെ എടുത്ത് അടുക്കള ഭാഗത്തു കൂടി പുറത്തു കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. പിന്നീട് വല്യച്ഛൻ തിരിച്ചു വരുമ്പോൾ ഈ കുട്ടിയെ കാണാനില്ല. പുലർച്ചെ 2:30 ഈ സംഭവം നടക്കുന്നത്. അത്തരത്തിൽ അതിനീചമായൊരു സംഭവമായതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോഴും ആ മാനസികാവസ്ഥയിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഇന്ന് കോടതിയിൽ എത്തിയിരുന്നില്ല. ഇയാളെ വധശിക്ഷ ഇയാൾക്ക് നൽകണമെന്നൊരു ആവശ്യം തന്നെയായിരുന്നു ഇവർ ഉന്നയിച്ചിരുന്നത്. ഇതിൽ ഈ പ്രതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് തനിക്ക് വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, 4 കുട്ടികളുടെ ഒരു പിതാവാണ്, അതുകൊണ്ട് ശിക്ഷ പരമാവധി കുറക്കണമെന്നൊരു ആവശ്യമായിരുന്നു ഇയാൾ ശനിയാഴ്ച നടന്ന ഈ കോടതി വിധി സംസാരിച്ചിരുന്നത്. പക്ഷേ അത് ഏതായാലും കോടതി ചെവിക്കൊണ്ടില്ല. കൃത്യമായി ഇയാളെ ഏതെങ്കിലും തരത്തിൽ ഇയാൾ ഇനി സമൂഹത്തിൽ പുറത്തിറങ്ങാത്ത രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ കോടതി നൽകിയിരിക്കുന്നു. മാത്രമല്ല ഇനി അടുത്ത കേസ് വൈകാതെ തന്നെ അതിന്റെ വിധി കൂടി ഇനി വരാനിരിക്കുന്നു. ആ കേസിലും ഇയാൾ ഇനി കൂടുതൽ ശിക്ഷ അതിലും അനുഭവിക്കേണ്ടി വരും. അത്തരത്തിൽ 2 കേസും കൂടി ഇനി വിചാരണ നടപടികൾ പൂർത്തിയായി വിധി പറയാനായി കാത്തിരിക്കുന്നുണ്ട്. ആ കേസിൽ വിധി കൂടി ഇനി വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഏതെങ്കിലും തരത്തിൽ പുറത്തിറങ്ങുന്നത് അത് അപകടകരമാണ്. അത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് കോടതി അംഗീകരിച്ചു എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇത്തരത്തിൽ വധശിക്ഷ നൽകാനുള്ള അത്ര തെളിവുകൾ അതിൽ ഇല്ല എന്ന ഒരു കണ്ടെത്തലാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഇരട്ട ജീവപര്യന്തം പോക്സോ ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ ഇരട്ട ജീവപര്യന്തം ഉൾപ്പെടെ ഇതിൽ ചുമത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി അടിവരയിട്ട് ഈ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാൾ മരണം വരെ ജയിലിൽ കഴിയേണ്ടി വരുമെന്ന വാക്ക് തന്നെയാണ് കോടതി വെച്ചത്. അത് തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം എന്ന് പറയാവുന്നതും. യെസ്, വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഗോവിന്ദച്ചാമിയെ പോലൊരു കൊടും കുറ്റവാളിയാണ് കുടക് സ്വദേശിയായ സൽമാൻ. പ്രത്യേകിച്ചും പെൺകുട്ടികളെയും സ്ത്രീകളെയും കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ആക്രമിക്കും, കൊലപ്പെടുത്താനും മടിക്കില്ല. സമാനമായ രീതിയിലുള്ള മറ്റു പല കേസുകളും പ്രതിയാണ്. ആ കേസുകളുടെയും വിചാരണ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും മരണം വരെയും തടവ് ശിക്ഷയാണ് പടന്നക്കാട്ടെ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി സൽമാന് കോടതി വിധിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞു. നല്ല പ്രായമുള്ള ഒരു അപ്പാപ്പൻ പോലും ലാലേട്ടൻ വിളിക്കുന്നത് ഏട്ട അല്ലെങ്കിൽ ഏട്ടനാണ്, ലാലേട്ടനാണ്. അതെന്റെ പേരായി മാറി. ഹൃദയപൂർവ്വം ഇച്ചാക്കാന്ന് വിളിക്കുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്ക. ഏറ്റവും അടുത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം? ഞാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ദൃശ്യം 3 അപ്ഡേറ്റ് എന്താണ് ലാലേട്ടൻ? അപ്പൊ നമുക്കറിയാം മലയാളത്തിൽ കഥ കേൾക്കണം. കഥ കേൾക്കണ്ട. മുണ്ട് വടക്കി കുത്തി മീശ പിരിച്ചു എന്നാണ് ഞങ്ങൾ ലാലേട്ടനെ കാണും. എത്രയോ സിനിമകളുണ്ട്, പഴയ സിനിമകൾ തന്നെ എടുത്ത് കണ്ടാ പോലെ. അല്ല, വീണ്ടും കാണുക. അതറിയില്ല, അങ്ങനെ ഒരു കഥാപാത്രം വരട്ടെ. അയ്യോ, എനിക്കൊന്നും ഭയങ്കര കണ്ണൊക്കെ പൊത്തി കാതൊക്കെ പൊത്തി. കണ്ണ പൊത്തിയല്ല, ആരെങ്കിലും മയക്കം കൊണ്ട് കണ്ണിലിരിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ലാലേട്ടൻ ഈ സ്ത്രീകൾക്ക് ലാലേട്ടനോട് ഇത്ര ഒരു താല്പര്യം? അവരുടെ ഒക്കെ മനസ്സിലൊരു ഭർത്തൃസങ്കല്പം ആവാനാണ്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഈ SIT ടീം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവരുടെ ജോലി ചെയ്തിട്ടുണ്ട്. അവർ ഓഫീസിൽ നല്ല രീതിയിൽ അതെങ്ങനെയാണെങ്കിലും ആവും. ഇത് നിർത്തിയേ പറ്റുള്ളൂ. ഈ ഒരു ചിന്തയിൽ ഇത്ര ഫൈറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലിയ വ്യക്തികൾ പറഞ്ഞവരൊക്കെ NIക്ക് എന്താ കൊടുക്കുമെന്ന് പറയുന്നത്? ഇവർ പോരെ, ഇവരെങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടോ? സത്യാസത്യം പുറത്തു വരുമെന്ന് അറിയാം, നാളെ ഇവർ കുരുക്കാമെന്നറിയാം. ഇതും കൊണ്ട് ഇത്ര കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമല്ല, ഇപ്പം പത്മലത്ത കേസ് സത്യം അറിയാം ആരാന്ന്? ഈ പ്രഭവത്തിന് അനിയൻ തന്നെയാണ്. ഇവരെല്ലാം കൂടിയാ ഈ ആനമുഖത്ത് നിന്ന് 2 പേരെ കൊന്നത്, തലയിലമ്മയുടെ കല്ലിട്ട് തീർന്ന് ആ ചേട്ടനെ അനിയനെ. ഇതിലും അറിയാം ആരാന്ന്? സത്യം അറിയാം. ആരാ കൊന്നേന്നും അറിയാം. ഇപ്പോൾ ഓരോരുത്തരെ പിടിച്ചാലറിയാം. ഇപ്പം ഞാൻ കൊടുത്ത കേസിനകത്തും അറിയാം ഇതിനകത്ത് ആരാ കൊള്ളേന്ന്. അതും പിടിച്ചാലറിയാം. വേദവല്ലി എന്ന് പറഞ്ഞാൽ അവരും കംപ്ലയിൻറ്റ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. അവരോട് അതിലും അറിയാം. ഇതെല്ലാത്തിലായിട്ട് കിട്ടി വീഴുന്നു 100 പറഞ്ഞ് ഉറപ്പിച്ചത്. അവിടെ കൊല ചെയ്തിട്ടുണ്ട്, റേപ്പ് ആൻഡ് മർഡർ ചെയ്തിട്ടുണ്ട്, പാവപ്പെട്ടവരെ ഭൂമിയെല്ലാം നിന്നിട്ടുണ്ട്. ഈ പുള്ളിൻ്റെ വായിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെ അത്ര കേൾക്കാൻ പായാത്ത വാക്കുകളാണ്. ഞാൻ പറയാം, ഇതെല്ലാം നടന്ന സംഭവമാണ്. ഈ വരുന്നവരെ പറഞ്ഞത് ഞാൻ പറയുന്ന കള്ളമ ഇങ്ങനെയൊന്നും നടന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങ അടിക്കാൻ പറഞ്ഞ ഒരു മനുഷ്യൻ ചെയ്യുന്നില്ല. എന്നുകൊണ്ട് ഞാനത്ര ധൈര്യമായിട്ട് പറയുമ്പോൾ അവർക്ക് എടുക്കാമല്ലോ. അത് ഇന്നും കൂടെ എടുക്കുന്നില്ല. സത്യം ഇന്നല്ല നാളെ ഇവർ എത്ര കാശുണ്ടെങ്കിലും എത്ര പ്രഭാവി വ്യക്തികളാണെന്ന് ഞാൻ പറയാം, ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്ത് വന്നേ വരൂ. ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ SIT അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന ഗുരുതര ആരോപണവുമായി ആക്ഷൻ കമ്മിറ്റി. അന്വേഷണം പ്രതികളിലേക്ക് എത്തുമെന്ന് ഉറപ്പായതോടെ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് ആരോപണം. ശുചീകരണ തൊഴിലാളി മൊഴിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പുതിയ പരാതികൾ വരുന്നത് തടയാൻ ഭീഷണിപ്പെടുത്തുകയാണെന്നും ക്ഷേത്രത്തെ മറയാക്കി വ്യാജ പ്രചരണം നടക്കുന്നതായും
ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. കെ ബി ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഈ കേസിൽ ഈ സാക്ഷി പ്രതിയാകുന്ന സാഹചര്യം, കേസ് അട്ടിമറിയുടെ എല്ലാ സൂചനകളുമുണ്ട്. അതായത് അവിടെ നിന്നും അസ്ഥികൂടങ്ങളും അസ്ഥി കഷ്ണങ്ങളും മറ്റ് തെളിവുകളും കണ്ടെത്തിയിട്ടും പോലീസ്, പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് ഈ അസ്ഥികൂടം ഈ തലയോട്ടിയ ഈ സാക്ഷി തന്നെ, മുൻ ശുചീകരണ തൊഴിലാളി തന്നെ അവിടെ കൊണ്ടുപോയി ഇട്ടതാണ്. ഇപ്പോൾ ഈ സാക്ഷിയെ മാത്രമല്ല ഈ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെയും പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? എന്താണ് ധർമ്മസ്ഥലയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ബൈജു. അതെ ടോമെ, അത് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഈ കേസിൽ പണവും സ്വാധീനവും ഉപയോഗിച്ച് പൂർണ്ണമായും SIT അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്ന ഒരു വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റി ഉന്നയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പല തരത്തിലുള്ള തെളിവുകൾ നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒന്നും ഫോറൻസിക് പരിശോധനാ ഫലം എത്തിയിട്ടില്ല. അപ്പോഴും വലിയ തോതിൽ പ്രചരിക്കുന്നത് ഫോറൻസിക് പരിശോധനാ ഫലം വന്നു, ഏതെങ്കിലും തരത്തിൽ ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ്. അതാണ് ഈ ആക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ SIT അന്വേഷണം ഇപ്പോഴും ഇവർ വിശ്വസിക്കുന്നുണ്ട് എന്ന് വേണം ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. SIT പ്രധാനമായും ഇവർ പറയുന്നത് പ്രതികളിലേക്ക് എത്താൻ അന്വേഷണം മുന്നോട്ട് പോയി ഏകദേശം എത്താനായി. ആ സമയമാണ് വലിയ തോതിൽ അട്ടിമറി നടക്കുന്നതെന്നാണ്. ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ക്ഷേത്രത്തിന് ഈ ആക്ഷൻ കമ്മിറ്റി എതിരല്ല എന്ന് കൃത്യമായി അവർ ഇതിൽ പറയുന്നുണ്ട്. ഈ ക്ഷേത്രത്തെ മറയാക്കി ക്ഷേത്രത്തെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന ഒരു ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ച് ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഒക്കെ ധർമ്മസ്ഥലിലുണ്ടായിരുന്നു. ആ ആളുകൾ വരുന്നത് അവരെ ഭയപ്പെടുത്താൻ വേണ്ടി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ ശുചീകരണ തൊഴിലാളി താൻ ആദ്യം നൽകിയ മൊഴിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇയാൾ തെളിവിനായി ഹാജരാക്കിയ തലയോട്ടി, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഇയാൾ തയ്യാറായില്ല എന്ന കാരണത്താലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്നതാണ് സുരക്ഷ എന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അതിനെ എതിർക്കാൻ ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ പോകുന്നില്ല. നേരത്തെ ഈ അറസ്റ്റിന് മുൻപ് പകൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ SIT ഓഫീസിൽ ഇയാളെ ചോദ്യം ചെയ്യുകയും പിന്നീട് വൈകുന്നേരം ആക്ഷൻ കമ്മിറ്റി ആളുകൾക്ക് ഇയാളെ കൈമാറുകയും പിന്നീട് സുരക്ഷിതമായി ഇയാളെ ഇത്തരത്തിൽ പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ആക്ഷൻ കമ്മിറ്റിക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇയാളുടെ പേര് ഉൾപ്പെടെ ആ സമയത്ത് വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ 10 ദിവസത്തെ കസ്റ്റഡിയിലാണ്, പോലീസ് കസ്റ്റഡിയിലാണ്, ഇപ്പോൾ SIT കസ്റ്റഡിയിലാണ് ഇയാളുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ പേര് ചെന്നയ്യ എന്ന പേര് വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. കാരണം SITയുടെ കയ്യിൽ ഉണ്ടാവുന്ന സമയത്ത് ഇയാൾ സുരക്ഷിതനായിരിക്കുമെന്ന് ഈ ആക്ഷൻ കമ്മിറ്റി പറയുന്നു. ഏതെങ്കിലും തരത്തിൽ ഇയാൾ അപായപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗൂഢാലോചനയോ മറ്റേതെങ്കിലുമായി ബന്ധപ്പെട്ട് ആരെയും തന്നെ ആക്ഷൻ കമ്മിറ്റി ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ ആക്ഷൻ കമ്മിറ്റി ആളുകളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വലിയ തോതിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നു. ഇതിൽ ഈ മറ്റൊരു അതായത് BJP MLA ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞതിനാണ് മഹേഷ് ഷെട്ടി തിവരോടി എന്ന് പറയുന്നവരുടെ ഏറ്റവും മുതിർന്ന നേതാവിനെ, ഏറ്റവും ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. നേരത്തെ 2 കേസുകളിൽ വാറന്റ് ഉണ്ടായതിനെ തുടർന്ന് ഇയാൾ 2 ദിവസം ഇത്തരത്തിൽ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇദ്ദേഹം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നത്. ഇതിൽ അനന്യ ഭട്ടിന്റെ അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ അവർ പറയുന്നു തനിക്ക് ഇങ്ങനെ മകളെ ഇല്ലാന്ന്. പിന്നീട് കഴിഞ്ഞ ദിവസം വീണ്ടും രംഗത്ത് വന്ന് അവർ പറയുന്നു തന്നെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ പറയിച്ചതാണ്. ഇങ്ങനെ ഒരുപാട് അവ്യക്തത ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം സത്യം പുറത്തു വരും, ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് അവർ ആ ബൈറ്റിലൂടെ ഇത്തരത്തിൽ നമ്മളുമായി പങ്കുവെക്കുന്നതും. എന്തായാലും ഈ ഒരുപാട് കൊലപാതകങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി പറയുന്നു. അതെല്ലാം പുറത്തു വരണം. അതെല്ലാം പുറത്തു വരുന്നത് അട്ടിമറിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ഇതൊക്കെ മറികടന്ന് ഈ SIT അന്വേഷണത്തിൽ ഈ കുറ്റക്കാരുണ്ടെങ്കിൽ അത് അവരെ കണ്ടെത്തും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും പണവും സ്വാധീനവും ഉപയോഗിച്ച് വലിയ തോതിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് NIAക്ക് ഈ കേസ് കൈമാറണമെന്നൊരു ആവശ്യമായി കർണാടകയിലെ ചില BJP MLAമാർ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഈ കേസ് അട്ടിമറിക്കാനാണെന്ന് ആക്ഷൻ കമ്മിറ്റി പറയുന്നുണ്ട്. ഈ SITയിൽ തന്നെ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് SIT തന്നെ ഈ കേസ്
അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ പ്രചരിക്കുന്ന പല വാർത്തകളും അത് വ്യാജമാണെന്നും ഈ ആക്ഷൻ കമ്മിറ്റി പറയുന്നുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും വലിയ തോതിൽ പ്രതിഷേധം വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് ക്ഷേത്രത്തെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ട്, ഉന്നതതല അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്ത് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. വലിയ തോതിൽ ഈ ഭക്തർ ഇത്തരത്തിൽ ക്ഷേത്രത്തിലേക്ക് പിന്തുണയുമായി എത്തുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ധർമ്മസ്ഥലയിലെ ഈ വെളിപ്പെടുത്തൽ ഒരു മാസമൊക്കെ പിന്നിട്ടിട്ടും ഇതിൽ ഇപ്പോഴും ഒരു ദുരൂഹത, എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു പുറത്തേക്ക് കൃത്യമായ ഒരു വിവരം വന്നിട്ടില്ല. അതിൽ പ്രധാനം SIT എന്തു പറയുന്നു എന്നാണ്. ഇതുവരെ SIT ഇതിൽ ഒരു ഇത് എവിടെയാണ് ഈ അട്ടിമറി നടന്നത്, ആരാണ് അതിന് പിന്നിൽ, ക്ഷേത്രം ഭാരവാഹികളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ബൈജു, ഇവിടെ പ്രധാനമായും നമ്മൾ മറ്റു ചില കാര്യങ്ങൾ സംശയിക്കണം. ഇപ്പോൾ ഈ മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്ക്കെതിരെ പല രീതിയിലുള്ള കഥകൾ പരക്കുന്നുണ്ട്. ഇയാളുടെ മുൻ ഭാര്യ പറയുന്നു പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തിയാണ് ചിന്നയ്യ. മാത്രമല്ല സുജാത ഭട്ടിൻ്റെ മൊഴിമാറ്റം, അങ്ങനെ കേസിലെ സാക്ഷികളായിരുന്നവരൊക്കെ മലക്കം പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പോലീസിലെ, അതായത് ഈ SITയിലുള്ളവരും ഇതിൻ്റെ ഭാഗമാണെന്ന് ആക്ഷൻ കമ്മിറ്റി സംശയിക്കുന്നുണ്ട്. മാത്രമല്ല അതോടൊപ്പം ഈ സംഭവ സ്ഥലങ്ങളിൽ നേരത്തെ ഈ ചിന്നയ്യ ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ SIT പരിശോധന നടത്തിയിരുന്നു, തിരച്ചിൽ നടത്തിയിരുന്നു. ആ തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ച മട്ടാണോ അതോ ഈ ചിന്നയ്യ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും തിരച്ചിൽ നടത്താനുള്ള സാധ്യതയുണ്ടോ ബൈജു? ടോമെ, അത് തന്നെയാണ് SITയുടെ ഭാഗത്തു നിന്നും അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇയാൾ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത്തരത്തിൽ കുഴിച്ച് പരിശോധനയ്ക്ക് SIT ആലോചിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ കർണാടകയുടെ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഈ ചാനലുകൾ, അതായത് പ്രത്യേകിച്ച് ചാനലുകൾ രണ്ട് പക്ഷത്തു നിന്ന് ഇത്തരത്തിൽ വലിയ തോതിൽ മാധ്യമ വിചാരണ നടത്തുന്നുണ്ടെന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. ഇല്ലാത്ത പ്രചരണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നു. ഈ അനന്യ ഭട്ടിന്റെ കാര്യം തന്നെ ഇവരെ പല തരത്തിലാണ് പല ചാനലുകളും ഇവരുടെ ഇന്റർവ്യൂ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം. പല തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവരോട് ചോദിക്കുന്നത്. ഒരു പക്ഷേ ഇവരോട് ഈ SITക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. SITയുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ കൃത്യമായ ഒരു വിശദീകരണം ഇതിൽ നൽകാവുന്നേ ഉള്ളൂ. നമ്മൾ ഇതിൽ ആദ്യം മുതൽ തുടക്കം മുതൽ പറയുന്നത് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം ഏതെങ്കിലും തരത്തിൽ ക്ഷേത്ര കമ്മിറ്റി പറയുന്നത് പോലെ ക്ഷേത്രത്തിനെതിരെ എന്തെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം. അത് SIT തന്നെയാണ് ഇതിൽ ഔദ്യോഗികമായി അറിയിക്കേണ്ടതും. SITയുടെ ഭാഗത്ത് തന്നെയാണ് അത്തരങ്ങൾ വിവരങ്ങൾ വരേണ്ടത്. എന്നാൽ നിലവിൽ SITയുടെ ഭാഗത്തു നിന്നോ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായി ഈ കാര്യം പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം പിടികൂടാം. ഇനി ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഗൂഢാലോചനകൾ അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതല്ല, ഇതിൽ സത്യമുണ്ടെങ്കിൽ ആ സത്യം പുറത്തു കൊണ്ടുവരണം. അതിന് എതിരി നിൽക്കുന്ന രീതിയിൽ, അട്ടിമറിക്കുന്ന രീതിയിൽ പ്രവർത്തനം നടക്കുന്നു എന്ന ഒരു ഗുരുതരമായ ആരോപണം ഇപ്പോൾ മുന്നിലുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ വൈകാതെ തന്നെ SIT ഈ പ്രതികളിലേക്ക് എത്തും. അത് ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചും ലോഡ്ജിലെ റൂം ബോയ്മാരെ കേന്ദ്രീകരിച്ചും ഒക്കെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതെന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. നിലവിൽ പ്രചരിക്കുന്ന വാർത്തകളല്ല ശരിയായ വാർത്ത. SITയുടെ അന്വേഷണം ഇപ്പോഴും കൃത്യമായി നടക്കുന്നുണ്ട്. അതായത് പുതിയ സാക്ഷികൾ വന്നിട്ടുണ്ട്. ചിന്നയ്യ മാത്രമല്ല സാക്ഷിയായി എത്തിയിട്ടുള്ളത്, ഒരു സ്ത്രീ ഉൾപ്പെടെ സാക്ഷിയായി വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ കാര്യത്തിൽ തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിലും News 18 പ്രധാനമായും പറയുന്നത് ഇത്തരത്തിലൊരു ഇല്ലാത്ത കഥ, വ്യാജക്കഥയാണ് പ്രചരിപ്പിച്ചതെങ്കിൽ അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അവരെല്ലാം ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടണം. അത് SIT ആണ് വ്യക്തമാക്കേണ്ടത്. അതല്ലാതെ മാധ്യമ വിചാരണ വലിയ തോതിൽ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. മാധ്യമങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയുണ്ട്. ഒപ്പം സുജാത ഭട്ട് നേരത്തെ രണ്ട് തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇവരുടെ മകളല്ല എന്നും പറയുന്നു. പിന്നീട് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നതെന്ന് പറയുന്നു. ഇതിൽ വളരെ എളുപ്പമാണ് SITക്ക് ഇതിൽ പരാതിയുണ്ട്. SIT ഇവരെ കൃത്യമായി ചോദ്യം ചെയ്താൽ കൃത്യമായ ഉത്തരം ഇന്ന് SITക്ക് നൽകാൻ പറ്റും. അത്തരം ഔദ്യോഗികമായ വിശദീകരണം വന്നിട്ടില്ല. ഫോറൻസിക് പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് SIT എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിൽ തന്നെ പുതുതായി ലഭിച്ച പരാതികളിൽ ഇവർ അന്വേഷണം നടക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ മൊഴികൾ കൂടുതൽ ആളുകളുടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ധർമ്മസ്ഥലയിൽ ഇപ്പോഴും ഏത് സമയത്തും ഒരു ട്വിസ്റ്റ് ഉണ്ടാകാം എന്ന രീതിയിലാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും നേരത്തെ പറഞ്ഞ നിലപാട് നമ്മൾ വ്യക്തമാക്കുന്നു. അതിൽ ആര് കുറ്റം ചെയ്താലും
ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചന അവിടെ ഉണ്ടെങ്കിൽ അവരെ പിടികൂടണം. അത് എത്രയും പെട്ടെന്ന് SITയുടെ അന്വേഷണത്തിൽ അവരെ കണ്ടെത്തണം എന്ന് തന്നെയാണ് തുടക്കം മുതലേ ന്യൂസ് 18 ആവശ്യപ്പെടുന്നത്. നമ്മൾ ആ ഓരോ ഭാഗത്തും ഓരോ കാര്യങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്തെന്ന നിലയിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അത് ആക്ഷൻ കമ്മിറ്റി തന്നെ വ്യക്തമാക്കിയതാണ്. ആ കാര്യങ്ങളെല്ലാം ഒരു കൃത്യമായ ഉത്തരം ഇനി SIT ആണ് പറയേണ്ടത്. SIT ഇനി എന്താണ് ഇതിൽ പ്രതികരിക്കുന്നത്, അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന നിഗമനം എന്താണ്, അതാണ് ഇനി ഏറ്റവും പ്രധാനം. എന്തായാലും വൈകാതെ തന്നെ SITയുടെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക, കേസ് അട്ടിമറി നടക്കുന്നുണ്ടോ, അതിന് പിന്നിൽ ആരാണ് തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ്. കോഴിക്കോട് രാമനാട്ടുകരയിൽ ബംഗാളി സ്വദേശിനിയായ 15-കാരിയെ ബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. മലപ്പുറം കോട്ടക്കൽ സ്വദേശി വള്ളിക്കാട്ട് റിയാസാണ് പിടിയിലായത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കഴിഞ്ഞ ദിവസം ഈ ബംഗാളി പെൺകുട്ടിയുടെ കുടുംബം പ്രതികരിച്ചത് കേസിൽ ചില അട്ടിമറി നടക്കുന്നുണ്ട്, ഒരാൾ മാത്രമാണ് പ്രതി എന്ന പോലീസിൻ്റെ വാദം തെറ്റാണ്, ഈ പെൺകുട്ടിയുടെ മൊഴി മാറ്റാനുള്ള നീക്കം നടക്കുന്നു. മാത്രമല്ല ഇതോടൊപ്പം ഈ മുഖ്യപ്രതിയെ പിടികൂടാൻ കഴിയാത്തതിൽ വലിയ രീതിയിലുള്ള അമർഷവും പ്രതിഷേധവും ഒക്കെ അരങ്ങേറിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ മുഖ്യപ്രതിയായിട്ടുള്ള കോട്ടക്കൽ സ്വദേശി റിയാസ് പിടിയിലായിരിക്കുന്നത്. ഇയാൾ ഒളിവിലായിരുന്നോ? എവിടെ നിന്ന് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞത്? ടോമ്, കേസിലെ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായോ അല്ലെങ്കിൽ ഒരാൾ മാത്രമാണോ ബലാത്സംഗം ചെയ്തതെന്ന ചർച്ചകളൊക്കെ നടക്കുമ്പോഴും വലിയ ഭഗീരഥ പ്രയത്നത്തിനൊടുവിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 5 ദിവസത്തെ മാരത്തോൺ പ്രയാണമാണ് ഈ പ്രതിക്ക് പിന്നാലെ ഫറൂഖ് പോലീസ് നടത്തിയത്. ആദ്യം തന്നെ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം ഈ രാമനാട്ടുകരയിൽ ഉപേക്ഷിച്ച് പിന്നീട് ഇയാൾ മടങ്ങുകയായിരുന്നു. എന്നാൽ ഈ കുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടി പോലീസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് അറിയുകയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷമാണ് ഈ പ്രതി കടന്നു കളഞ്ഞത്. പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും ഈ ഫോൺ പ്രതി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 20 രാത്രി മലപ്പുറം കൽപ്പകഞ്ചേരി, കോട്ടക്കൽ, തിരൂരങ്ങാടി, മഞ്ചേരി ഭാഗങ്ങളിൽ കറങ്ങിയ ശേഷം 21 രാവിലെ വളാഞ്ചേരിയിൽ നിന്നും പാലക്കാട്ടേക്കുള്ള ബസ് കയറി പ്രതി പോവുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഫറൂഖ് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ഒപ്പം ഈ ഫറൂഖ് SHO അടക്കമുള്ളവരും പാലക്കാട്ടേക്ക് തിരിച്ച് അവിടെ ഈ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി. എന്നാൽ പാലക്കാട് നഗരത്തിൽ പ്രതി തങ്ങിയിട്ടില്ല എന്ന് സംഘത്തിന് മനസ്സിലാവുകയും പിന്നീട് സേലം റൂട്ടിലേക്ക് പ്രതി പോയെന്ന് വ്യക്തമാവുകയും ചെയ്തു. ഈ സേലം റൂട്ടിലേക്കുള്ള ബസ്സിൽ ഈ റിയാസിൻ്റെ അതേ സാദൃശ്യമുള്ളൊരു പ്രതി ഉണ്ടായിരുന്നു എന്ന വിവരം ലഭിച്ചു. പക്ഷേ ഇത്തരം വിവരങ്ങൾ അറിഞ്ഞപ്പോഴേക്കും ബസ് സേലത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സേലത്ത് ബസ് ഇറങ്ങിയ ശേഷം പ്രതി അവിടെ നിന്നും മൈസൂരിലേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ സേലം ബസ് സ്റ്റാൻഡിൽ നിന്നും ലഭിച്ചു. ഇതാണ് അന്വേഷണത്തിലേറെ നിർണായകമായി മാറുന്നത്. എന്നാൽ മൈസൂരിൽ നിന്നും പിന്നീട് ഈ പ്രതി എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ വിവരം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. ആ ബസ്സിൽ പ്രതി ഉണ്ടായിരുന്നു എന്ന സംശയം പിന്നീട് ഒരു കണ്ടക്ടർ അറിയിച്ചു. എന്നാൽ ബസ് ആ സമയത്തേക്കും മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് എത്തിക്കഴിഞ്ഞ സമയത്താണ് ഈ വിവരം പോലീസിന് ലഭിച്ചത്. പിന്നീട് ഈ പ്രതിയെ തേടി ബാംഗ്ലൂരിലേക്ക് പോലീസ് ചെന്നുവെങ്കിൽ പോലും ബാംഗ്ലൂരിൽ അന്വേഷിച്ചെങ്കിലും അവിടെ പ്രതിയെക്കുറിച്ചുള്ള ഒരു കൃത്യമായ വിവരം ലഭിച്ചില്ല. 22-ന് ബാംഗ്ലൂർ തങ്ങിയ പ്രതി പഴയ ചില സുഹൃത്തുക്കളെ അവിടെ കാണുകയുണ്ടായി. അതിനുശേഷം ഈ ചിലയിടങ്ങളിൽ ചുറ്റിക്കറങ്ങി 1-2 മണിക്കൂറിനുള്ളിൽ ബംഗളൂരുവിൽ നിന്നും പോവുകയായിരുന്നു. പിന്നീട് ബംഗളൂരു നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ ഓട്ടോയിൽ കറങ്ങിയ ശേഷം 24-ന് രാത്രി ചെന്നൈയിലേക്ക് കയറുന്ന ചില CCTV ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചു. അതുവരെ ഏതാണ്ട് ഈ പോലീസ് ഓടിയത് പ്രതിക്ക് പിന്നാലെയായിരുന്നു. ആദ്യം പാലക്കാട്ടേക്ക് പോകുന്നു, പിന്നീട് സേലത്തേക്ക് പോകുന്നു, ബംഗളൂരുവിലേക്ക് പോകുന്നു, മൈസൂരിലേക്ക് പോകുന്നു എന്നിങ്ങനെ പ്രതിയുടെ പിന്നാലെ ഓടിയ പോലീസിന് പിന്നീട് പ്രതിക്ക് മുമ്പിൽ ചെന്നൈയിലെത്താൻ കഴിയുകയാണ് ഉണ്ടായത്. അങ്ങനെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴേക്കും പ്രതിയെ കൈയോട് തന്നെ ഈ പ്രത്യേക സ്ക്വാഡ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ 20-ന് പുലർച്ചെയാണ്, അതായത് കുട്ടിയെ ഉപേക്ഷിച്ച ആ സമയം മുതൽ നടത്തിയ ഒരു ശ്രമമാണ് അവസാനം ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ, അതായത് ATM പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മറ്റുള്ളവരുമായി സംസാരിക്കാൻ ശ്രമിക്കുകയോ എന്നിങ്ങനെ ഒരു തരത്തിലുമുള്ള തെളിവുകൾ നൽകാതെയാണ് പ്രതി പോയത്. എന്നാൽ പോലീസിന് വിദഗ്ധമായി തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്.
ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടി പ്രതിയുമായി പോലീസ് സംഘം കോഴിക്കോട്ട് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രതിയുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് ഈ കേസിലെ മുഖ്യപ്രതി ആരാണ് എന്നതും അയാളെ പിടിക്കുക എന്ന അനീഷ് ഇതോടൊപ്പം അറിയേണ്ടത്, പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു കേസിൽ ഒരു പ്രതി മാത്രമാണുള്ളതെന്നാണ്. പക്ഷേ ഈ 15-കാരി, ബംഗാളി സ്വദേശിനിയായ 15-കാരി പറഞ്ഞത് അനുസരിച്ച് ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് കൂടാതെ 5 പേർ, മൊത്തത്തിൽ 5 പേർ ചേർന്ന് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ്, കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ്. ഈ വിഷയത്തിലാണ് പോലീസിനെതിരെ ഇന്നലെ ആ കുടുംബം രംഗത്തെത്തിയത്, പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയത്. പോലീസ് കേസ് അട്ടിമറിക്കുന്നു, പല ഇടപെടലുകൾ മൂലം യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നില്ല തുടങ്ങിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ. പോലീസ് ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? ഒരാൾ മാത്രമാണ്, ഈ റിയാസ് മാത്രമാണ് പ്രതി എന്ന കണ്ടെത്തലിലാണോ അന്വേഷണ സംഘം? ടോം, നമ്മൾ പലവട്ടം പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടെങ്കിലും അവർ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. ഒരുപക്ഷെ ഇന്ന് പ്രതിയുമായി കോഴിക്കോട് എത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ടേക്കും എന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ACP ഈ കാര്യങ്ങൾ, കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വിശദീകരിക്കുമെന്നാണ് സാധ്യത. പക്ഷേ പ്രതി ഈ മാത്രമല്ല കേസിലെ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു വാദത്തിലാണ് ഇപ്പോഴും കുടുംബം ഉറച്ചു നിൽക്കുന്നത്. ഈ പെൺകുട്ടി പോലീസിനും മജിസ്ട്രേറ്റിനും ഒപ്പം ഡോക്ടർക്കും നൽകിയ മൊഴി അനുസരിച്ച് ഈ റിയാസ് മാത്രമാണ് ഈ ക്രൂരമായ ബലാത്സംഗത്തിന് തന്നെ ഇരയാക്കാൻ ഉണ്ടായിരുന്നു എന്ന് കുട്ടി പറയുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ആശയക്കുഴപ്പം എത്തുന്നത്, ഈ കുട്ടി ഈ റിയാസ് തട്ടിക്കൊണ്ടുപോയി, അതായത് 19-ന് രാത്രിയാണ് ആ കുട്ടിയെ കാണാതാവുന്നത്. അന്ന് ഈ കുട്ടി ജോലി ചെയ്തിരുന്ന മാളിൽ നിന്നും ഈ പ്രതി റിയാസ് എത്തി കാറിൽ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അതിനുശേഷം സമീപത്ത് തന്നെയുള്ളൊരു കുന്നിൻ മുകളിൽ കൊണ്ടുപോയി മദ്യം നൽകി ബോധരഹിതയാക്കുമായിരുന്നു. ഒപ്പം മയക്കുമരുന്ന് കുത്തിവെച്ചതായും സംശയമുണ്ട്. പിന്നീട് ഈ റിയാസ് താമസിക്കുന്ന ഒരു മുറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ മറ്റ് 4 പേർ ആ സമയമുണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ കുട്ടിയെ ഈ ക്രൂര ബലാത്സംഗത്തിനിരയാക്കിയെന്നാണ് അറിയിക്കുന്നത്. പിന്നീട് പുലർച്ചെ പിറ്റേന്ന് വീടിന് സമീപമുള്ള വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയുന്നു. ഈ കുട്ടി ഇത്തരത്തിൽ ശരീരമാസകലം ചോരയൊക്കെ ഒലിപ്പിച്ചാണ് കൈക്ക് മുറിവേറ്റിട്ടുണ്ട്. ഒപ്പം കാലുകൾക്കും തുടഭാഗത്തുമൊക്കെ വലിയ മുറിവുകൾ ഈ കുട്ടിയുടെ ഉണ്ടായിരുന്നു. ആ മുറിവിൽ നിന്നും ചോര കിനിയുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പുറത്തു വിടുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ കുട്ടി വീട്ടിലെത്തിയപ്പോൾ ബന്ധുക്കളോടും അയൽവാസികളടക്കമുള്ളവരോടും പറഞ്ഞത് തന്നെ 5 പേരാണ് ഈ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. അതിൽ റിയാസ് എന്നയാളാണ് തന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം ഒരു കെട്ടിടത്തിലേക്ക്, ഒരു മുറിയിലേക്കാണ് കൊണ്ടുപോയത്. ആ മുറിയിൽ വെച്ച് മറ്റുള്ള ആളുകളും തന്നെ ഉപദ്രവിച്ചു. ഒരാൾ കൈക്ക് പിടിക്കുന്നു, മറ്റൊരാൾ അടുത്ത കൈക്ക് പിടിക്കുന്നു, കാലിലൊരാൾ പിടിക്കുന്നു. അങ്ങനെ എല്ലാവരും ചേർന്നാണ് തന്നെ ബലാത്സംഗം ചെയ്തതെന്ന ഒരു കാര്യമാണ് കുട്ടി പറഞ്ഞത്. പക്ഷേ പോലീസ് ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പറയുന്നത് ഇത്തരത്തിൽ 5 പേർ ഇടപെട്ടിട്ടില്ല, ഒരാൾ മാത്രമാണുള്ളത്. മറ്റൊരു പ്രതിയെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അയാൾ ഈ കുട്ടിയുമായി പ്രതി ഈ ബലാത്സംഗത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചിറക്കി വിടാൻ വരുമ്പോൾ ആ വാഹനം ഓടിച്ചയാളാണ്. അങ്ങനെ 2 പേർ മാത്രമേ ഈ കൃത്യത്തിലുള്ളൂ എന്നാണ് പറയുന്നത്. ഒപ്പം ഈ പ്രതി ഈ ഒളിവിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഹാർഡ് ഡിസ്ക് കിണറ്റിൽ ഉപേക്ഷിച്ച ശേഷമായിരുന്നു പോകുന്നത് സുഹൃത്തിൻ്റെ വീട്ടിലെ. ആ കിണറ്റിൽ ഈ ഫയർഫോഴ്സിലെ സ്കൂബ ഡൈവർമാർ ഇറങ്ങി ആ ഹാർഡ് ഡിസ്ക് വീണ്ടെടുത്തിരുന്നു. ആ ഹാർഡ് ഡിസ്കിൽ 2 കാര്യങ്ങളാണ് പോലീസിന് സംശയമുള്ളത്. ഒന്നെങ്കിൽ ഈ വീട്ടിൽ നടന്ന ആ സംഭവങ്ങളുടെ ചിത്രീകരിച്ച അല്ലെങ്കിൽ CCTV അടക്കമുള്ള അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിരിക്കാം. മറ്റൊന്ന്, ഈ കുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഒരുപക്ഷെ ഭീഷണിപ്പെടുത്താനായി പ്രതി കരുതി വച്ചിരിക്കാം. എന്നിങ്ങനെ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് കണക്കാക്കുന്നത്. എന്തായാലും ഫോറൻസിക് പരിശോധന അടക്കം കഴിയുമ്പോഴാണ് ഈ ഹാർഡ് ഡിസ്കിൽ എന്താണ് ഉള്ളതെന്നും കണ്ടെത്തുക. ഒരുപക്ഷെ കൂടുതൽ ആളുകളുടെ സാന്നിധ്യം ഈ ഹാർഡ് ഡിസ്കിൽ ഉണ്ടാകുമോ എന്നും അറിയില്ല. എന്തായാലും നിലവിൽ പോലീസ് പറയുന്നത് ഈ ഒരു പ്രതി മാത്രമാണ് കുട്ടിയെ ഉപദ്രവിച്ചിട്ടുള്ളൂ. മറ്റ് 4 പേർ, ഈ പറയപ്പെടുന്ന 4 പേർ കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കുടുംബം ഇപ്പോഴും പറയുന്നു, കുട്ടി തങ്ങളോട് പറഞ്ഞത് ഇത്തരത്തിൽ 5 പേർ തന്നെ ദുരുപയോഗം ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും കുട്ടി ആശുപത്രിയിൽ ചികിത്സ കഴിയുകയായിരുന്നു. വൈകാതെ തന്നെ കുടുംബത്തിൻ്റെ കയ്യിലേക്ക് കിട്ടും. അപ്പോൾ കുടുംബത്തിന് കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ കുട്ടിയിൽ നിന്ന് ചോദിച്ച് അറിയാൻ കഴിയുമായിരിക്കും. നേരത്തെ ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ആദ്യ ദിനങ്ങളിൽ കുട്ടിക്ക് എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ഒരു ശാരീരികവും മാനസികവുമായ ആഘാതം ഏറ്റിരിക്കുന്ന അവസ്ഥയിലായിരുന്നു.
ഈ കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ മദ്യം നൽകി ഒരു അബോധാവസ്ഥയിലേക്ക് കുട്ടി നീങ്ങിയിരുന്നു. അതുകൊണ്ട് എത്ര പേർ കുട്ടിയെ ഉപദ്രവിച്ചു എന്നത് പോലും പറയാൻ കഴിയാത്തവണ്ണം ഒരു ട്രോമയിലേക്ക് കുട്ടി മാറിയെന്നൊക്കെയാണ് പറഞ്ഞത്. ഒരുപക്ഷെ അതിനൊക്കെ ശേഷമാവും ഈ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന മൊഴി നൽകിയത്. ഒരുപക്ഷെ കുട്ടിക്ക് മറ്റാളുകളെ തിരിച്ചറിയാൻ കഴിയുന്നതോ അല്ലെങ്കിൽ മറ്റാളുകൾ തന്നെ ഉപദ്രവിച്ചോ എന്നോ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ആ കുട്ടി എത്തിയത് കൊണ്ടാവും. ഒപ്പം ഈ പ്രതി റിയാസിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ വന്നേക്കും. തന്നോടൊപ്പം മറ്റു കൂട്ടാളികൾ ഉണ്ടായിരുന്നു. ആ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയ ശേഷം അവിടെ എന്താണ് നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും പോലീസ് ഇപ്പോഴും ഒരാൾ മാത്രമാണ് പ്രതി എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. മറുവശത്ത് കുട്ടിയുടെ കുടുംബം ഇപ്പോഴും പറയുന്നത് 5 പേർ ചേർന്നാണ് തങ്ങളുടെ കുട്ടിയെ ക്രൂരമായ ഒരു ലൈംഗിക വൈകൃതം ഉള്ള ഒരു ക്രൂരതയ്ക്ക് ഇരയാക്കിയതെന്നും പറയുന്നു. ശരീരമാസകലം പാടുകളുണ്ടായിരുന്നു. ചോര കിനിഞ്ഞുകൊണ്ടാണ് 15 വയസ്സുള്ള ആ കുട്ടിയെ രാവിലെ ആ വഴിയിൽ ഇറക്കി വിട്ടത്. എന്തായാലും മുഖ്യ പ്രതിയെ പിടിച്ചത് ഒരു ആശ്വാസമായി തന്നെ പോലീസ് കരുതുന്നു. ഈ മറ്റു കാര്യങ്ങളിൽ പോലീസിനോട് കുടുംബത്തിന് ഈ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ പോലും ആ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന് ഒരു ആശ്വാസകരമായ വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ രാമനാട്ടുകരയിൽ ബംഗാളി സ്വദേശിനിയായ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ മുഖ്യപ്രതിയാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കേസിൽ കൂടുതൽ പേർ പിടിയിലാകും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനും PC ജോർജിനുമെതിരെ കുറ്റപത്രം. ആ വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. അവരത് ഉള്ളുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമോ? സൂപ്പർ സ്റ്റാർ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ര ചർച്ച ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ഒരു സ്ത്രീ അധികാര സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടുള്ള വിഷയമായിരുന്നു. എനിക്ക് തോന്നുന്നു രണ്ടും. സുസ്മിത, ഐശ്വര്യ എല്ലാവരും ഉള്ളതുകൊണ്ട് ഒപ്പം സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ്? ഐശ്വര്യ റായിന്റെ എല്ലാം വാർഡ്രോബ് എല്ലാം സ്പോൺസേർഡ് ആയിരുന്നു. ഞാനിങ്ങനെ പാവപ്പെട്ട ഒരു സാധാരണ എല്ലാ അമ്മമാരോടെല്ലാം ചോദിച്ച് പോയ കാര്യങ്ങളാണ്. കാമസൂത്രയുടെ പരസ്യം അത് ഈ പരാതി വന്നുകൊണ്ടാണ്. അതൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സച്ച് വെരി എസ്തറ്റിക്കലി നമ്മൾ പോലെ ഭയങ്കര ക്ലാസി ഷൂട്ട് ചെയ്ത ഒരു ആഡാണ്. കുറച്ചും കൂടെ ഈ താരസംഘടന ആ ഒരു സൊസൈറ്റി റെസ്പോൺസിബിലിറ്റി കൂടി കാണിച്ചുകൊണ്ട് സുതാര്യമായിരിക്കും. ഞാനിവിടെ 6 വർഷം ഇരുന്നുണ്ടല്ലോ, വൈസ് പ്രസിഡന്റ് ആയിട്ടും EC ആയിട്ടും. ഒരു പരാതിയും വന്നിട്ടില്ല. അപർണ, സ്പോട്ട് ലൈവ് തുടരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായുള്ള ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനും PC ജോർജിനുമെതിരെ കുറ്റപത്രം. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് കുറ്റപത്രം. KT ജലീൽ നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത്. തിരുവനന്തപുരത്ത് നിന്ന് BV അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് കുറ്റപത്രത്തിൽ പറയുന്നത്? ടോം, സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും ഓഫീസിനും പങ്കുണ്ട്, വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന ആരോപണമാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചത്. എന്നാൽ ഇതിനെതിരെ ഈ ആരോപണം ഉന്നയിക്കാൻ ചില ഗൂഢാലോചനകൾ പുറത്തുനിന്ന് നടന്നുവെന്ന ആരോപണമാണ് പിന്നീട് ഉയർന്നു വന്നത്. ഇതിൽ കേസിലെ സോളാർ കേസിലെ പ്രതിയും PC ജോർജും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇതിന് തെളിവായി. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഗൂഢാലോചന നടന്നതിന് തെളിവായി എന്ന് KT ജലീൽ, പരാതിക്കാരനായ KT ജലീൽ എന്ന പോലീസിന് നൽകിയത്. കന്റോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസാണ്. സ്വപ്ന സുരേഷ്, സരിതാ നായരും PC ജോർജും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്ന് സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ച് ശബ്ദരേഖയിൽ ജോർജ് പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് തനിക്കും മുഖ്യമന്ത്രിക്കുമെതിരായ വ്യാജ കേസുണ്ടാക്കാൻ ഇവർ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് KT ജലീൽ പോലീസിൽ പരാതി നൽകിയത്. കന്റോൺമെന്റ് പോലീസാണ് കേസ് ആദ്യം രജിസ്റ്റർ ചെയ്ത് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ സ്വപ്നയും PC ജോർജും ചേർന്നുള്ള ഗൂഢാലോചന എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട ആരോപണം. പ്രതിപക്ഷ പാർട്ടികളെ കൊണ്ട് സമരം ചെയ്യിച്ച് കലാപമുണ്ടാക്കാൻ, സർക്കാരിനെതിരായ സമരങ്ങളിലൂടെ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ കേസിൽ ക്രൈംബ്രാഞ്ച് ആരോപിക്കുന്നത്. ഈ സരിതയും
സ്വപ്നയും പി സി ജോർജും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയുള്ള തെളിവുകളും ഈ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ ഒരു ഓഡിയോ സന്ദേശം ആ സമയത്ത് പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ സരിതയും പി സി ജോർജും സംസാരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശവും പുറത്തു വന്നിരുന്നു. അതിൽ പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറാകുമെന്ന് സ്വപ്ന സുരേഷ് തന്നോട് പറഞ്ഞു തുടങ്ങി അടക്കമുള്ള ചില വിവരങ്ങൾ അന്ന് പി സി ജോർജ് ആ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. സരിത ഇത് വിശദമായി തന്നെ പി സി ജോർജ് ചോദിച്ചറിയുന്ന ഒരു ശബ്ദരേഖയാണെന്ന് പുറത്തു വന്നത്. അത് ഈ സ്വപ്ന സുരേഷുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി പി സി ജോർജ് എന്നാണ് കേസ് അന്നത്തെ ആരോപണം. അതിനുള്ള ചില തെളിവുകളും ക്രൈംബ്രാഞ്ച് അന്വേഷണം കൈമാറിയിരുന്നു. സരിതാ നായരാണ് കേസിലെ ഒരു പ്രധാന സാക്ഷി. കെ ടി ജലീലിൻ്റെ പരാതിയിലാണ് ഇപ്പോൾ അന്ന് കന്റോൺമെൻറ്റ് പോലീസ് കേസെടുത്തത്. ഏതായാലും സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ സ്വർണ്ണക്കടത്ത് ആരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് CPM സർക്കാരുമൊക്കെ ആ ഘട്ടത്തിൽ ആരോപിച്ചതാണ്. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന അല്ലെങ്കിൽ ഭാഗികമായെങ്കിലും അത്തരം തോന്നലുളവാക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദരേഖ പി സി ജോർജും സരിതാ നായരും തമ്മിലുള്ള ശബ്ദരേഖ പുറത്തു വന്നത്. അതിൽ പി സി ജോർജ് പറയുന്നുണ്ടായിരുന്നു, ഈ സ്വപ്നയ്ക്ക് പല കാര്യങ്ങളും അറിയാം, അവർ എന്നെ വന്ന് കണ്ടിരുന്നു, അവർ ഇനിയും പല കാര്യങ്ങളും ഉന്നയിക്കും തുടങ്ങിയ ചില വെളിപ്പെടുത്തൽ ഗുരുതരമായ ആരോപണങ്ങൾ ആ ശബ്ദരേഖയിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ ടി ജലീൽ ഇത്തരം ഒരു പരാതി സർക്കാർ മുഖ്യമന്ത്രിയെയും തന്നെയൊക്കെ കൊടുക്കാൻ അതിൽ കെ ടി ജലീലുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും ശബ്ദരേഖയിലുണ്ടായിരുന്നു. തന്നെയും മുഖ്യമന്ത്രിയെ കൊടുക്കാൻ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, അതിന് പിന്നിൽ ഈ പി സി ജോർജിന് വലിയ പങ്കുണ്ട്, സ്വപ്ന സുരേഷിനും പങ്കുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അന്ന് പോലീസിൽ പരാതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഏതായാലും കേരളം ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ഈ സ്വർണ്ണക്കടത്ത് ആരോപണം. അതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും പങ്കുണ്ട്, മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധമുണ്ട് തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പല ഘട്ടത്തിൽ പുറത്തു വന്നതാണ്. ഏതായാലും വീണ്ടും ആ വിഷയങ്ങൾ സജീവ ചർച്ചയാക്കുന്നതാണ് ഈ ക്രൈംബ്രാഞ്ചിൽ ഇപ്പോഴത്തെ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ബന്ധപ്പെട്ട വിവരങ്ങൾ. അത്തരം കാര്യങ്ങൾ വീണ്ടും ഉയർന്നു വരാൻ ഒരു പക്ഷേ ഇത് കാരണമായേക്കാം. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതേറെ കേരളമേറെ ചർച്ച ചെയ്ത വിഷയമാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്ത. അതിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തി, സർക്കാരിനെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് സ്വപ്ന സുരേഷിനും പി സി ജോർജിനുമെതിരായിട്ടുള്ള കുറ്റപത്രത്തിൽ പറയുന്നത്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ വേടനെതിരെ കൂടുതൽ തെളിവുകൾ ഉണ്ടോ എന്ന കാര്യം സർക്കാർ സിംഗിൾ ബെഞ്ചിനെ അറിയിക്കും. വേടനെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തോ എന്ന കാര്യത്തിലും സർക്കാർ മറുപടി നൽകും. കേസുമായി ബന്ധപ്പെട്ട വാദം മാത്രം ഉന്നയിച്ചാൽ മതിയെന്നും സമൂഹ മാധ്യമങ്ങളിൽ വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്നുമായിരുന്നു പരാതിക്കാരിയുടെ അഭിഭാഷകയോട് സിംഗിൾ ബെഞ്ച് ഉയർത്തിയ വിമർശനം. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഹൈക്കോടതി വേടന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞതാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി ഉണ്ടാകുമോ? ടോം, ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ഇന്നും കോടതി കുറെ വിശദാംശങ്ങൾ ആരാഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അത് ഇന്ന് ഒരുപക്ഷെ അത് പരിഗണനയിലേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ വേടനെതിരെ മറ്റേതെങ്കിലും കേസ് നിലനിൽക്കുന്നുണ്ടോ, നിലവിൽ എവിടെ ഏതെങ്കിലും സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ആ കേസിൻ്റെ സ്വഭാവം എന്താണ്. പ്രത്യേകിച്ച് പെൺകുട്ടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ കാര്യങ്ങൾ കോടതി മുൻപാകെ വന്നിരുന്നു. മറ്റു ചില പരാതികൾ കൂടി ഉയർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയങ്ങൾ മാത്രം ഉന്നയിക്കുക എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. എങ്കിൽ കൂടിയും സർക്കാരിനോട് കോടതി ചോദിച്ചത് മറ്റേതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് കോടതിയിൽ രേഖാമൂലം സർക്കാർ ഭാഗത്തു നിന്ന് അറിയിക്കുകയും ചെയ്യും. മറ്റ് കേസുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ, അത് ഏത് സ്വഭാവത്തിൽ ഉൾപ്പെട്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ അറിയിക്കും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കമുള്ള ഒരു വിധി പ്രസ്താവത്തിലേക്ക് കടക്കുക. ഒരുപക്ഷെ ഇന്നത്തെ നടപടികൾ ആ കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോവുകയായിരിക്കും. എന്തായാലും വേടന് താൽക്കാലിക ആശ്വാസമാണ് റാപ്പർ വേടൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. കാരണം അതിൽ ഈ കേസിൻ്റെ ഒരു തീരുമാനം, ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഒരു തീർപ്പ് വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് തന്നെയാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെയും ഈ കേസിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കോടതി കടക്കുമ്പോൾ തന്നെ കോടതി പറയുകയും ചെയ്തിരുന്നു. കാരണം ഇതിൽ ഈ രീതിയിൽ രണ്ടു പേർക്കും ഹിതമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക, പിന്നീട് പരാതി ഉന്നയിക്കുക, പ്രത്യേകിച്ച് ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയുള്ള
ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതെങ്ങനെയാണ് പീഡനമാകുക എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതി ഒരു വാക്കാലുള്ളൊരു പരാമർശമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വാദങ്ങളിൽ കോടതി പറയുകയും ചെയ്തിരുന്നു. അന്വേഷണത്തോടെ ഇവിടെ കോടതി ഉയർത്തിയ പ്രധാന ചോദ്യം ഇതാണ്: ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന്. കാരണം നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടികൾ, ഈ യുവതികൾ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നതെന്ന്. അവർ സ്വാഭാവികമായും ഈ പ്രണയബന്ധത്തിനിടെ ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടാകാം. അതിനുശേഷം അവരെ ഉപേക്ഷിച്ച് മറ്റ് ബന്ധങ്ങൾ തേടി ഇവർ പോകുമ്പോഴാണ് താൻ ചതിക്കപ്പെട്ടുവെന്ന് യുവതികൾ തിരിച്ചറിയുക. ഇവിടെ മറ്റ് 2 പരാതികൾ കൂടിയുണ്ട്. നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പീഡന പരാതികളിലും കോടതി സമാനമായ ചോദ്യം ഉന്നയിച്ചതാണ്. പക്ഷെ അതേ തുടർന്ന് ഇതുപോലെ ചൂഷണം നേരിട്ട് ഇരകളാകപ്പെട്ട പെൺകുട്ടികൾക്ക്, യുവതികൾക്ക് പിന്നീട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. കാരണം അവർക്കെതിരെ ചോദ്യങ്ങൾ ഉയരുന്നു, അവർക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു. സമാനമായ രീതിയിൽ തന്നെയല്ലേ ഇവിടെയും ഈ കേസിലും വേടനെ പോലെയുള്ളവർക്ക് ജാമ്യം നൽകിയാൽ സ്വാഭാവികമായും ഇനി എങ്ങനെ ഇതുപോലെ ഇരകളാകപ്പെടുന്ന, ചൂഷണത്തിന് ഇരകളാകപ്പെടുന്ന പെൺകുട്ടികൾക്ക് എങ്ങനെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാകും? ഡാനി, കോടതി ടോം ഇക്കാര്യത്തിൽ കോടതിയിൽ നിലനിൽക്കുന്ന വാദങ്ങൾ ഈ പെൺകുട്ടി പലപ്പോഴായി ചോദിക്കുന്നത് കാര്യവും ഇതുതന്നെയാണ്. കാരണം ഇയാൾക്കെതിരെ 2 പരാതികൾ സമാനമായ രീതിയിൽ തന്നെ ഉണ്ട്. അത് നേരത്തെയും തന്നെ ആരോപണങ്ങളായി മീറ്റു സമയത്ത് അതിൽ ആരോപണങ്ങളായിട്ട് തന്നെ വന്നതാണ്. പക്ഷേ പലതുകൊണ്ടും അത് പരാതിയുമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നത് പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു കോടതി ഇടപെടൽ കാര്യക്ഷമമാകണം. അല്ല എങ്കിൽ ഇത്തരം ഒരു പ്രവണതകൾ, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇയാൾക്ക് തുടരാൻ കഴിയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നതാണ് ഈ പെൺകുട്ടിയും ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കോടതി പരിശോധിക്കുന്നുണ്ട്. എന്താണ് ആ പരാതികളുടെ ഒരു സ്വഭാവം? പ്രത്യേകിച്ച് കോടതി പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉന്നയിച്ചാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ കൂടിയും മറ്റ് പരാതികൾ വന്നിരിക്കുന്നതിൻ്റെ ഒരു സ്വഭാവവും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ പല ബന്ധങ്ങളും ഈ രീതിയിൽ തന്നെ മാറിയിട്ട് പിന്നീട് പരാതികളായി വരുന്നുണ്ട്. പക്ഷേ എല്ലാം അങ്ങനെ തന്നെയല്ല. കാരണം ഇതിൽ കൃത്യമായ രീതിയിലുള്ള പരാതികളുമുണ്ട്. ഈ കാര്യങ്ങളിൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് അവർ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്ന, അവർ ഇരയാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്തരം പരാതികൾ കൂടി വരുന്നുണ്ട്. പക്ഷേ അവർ കൂടി മറ്റ് പല കേസുകളിൽ ഉന്നയിക്കപ്പെടുന്നത് പോലെ ചില കാര്യങ്ങളും ഈ കോടതി സംശയിച്ചതുപോലെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പീഡനമാകുക എന്ന് ചോദിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കൃത്യമായ കേസുകളെ, കൃത്യമായ പരാതികളെ അടയാളപ്പെടുത്തുക എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ കേസിൽ അത്തരം കാര്യങ്ങൾ വേറെയുണ്ടോ, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്നത് പരിശോധിക്കാൻ വേണ്ടി തന്നെയാണ് കോടതി മറ്റ് പരാതികളുണ്ടെങ്കിൽ അത് അറിയിക്കാൻ, അതിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തു. ഏതായാലും അത് കൂടി പരിഗണിച്ച ശേഷം അതിൻ്റെ ഒരു വിശദാംശങ്ങൾ പരിശോധിച്ച് മാത്രമേ ഈ കോടതിയിൽ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം ഹൈക്കോടതി പരിഗണിക്കും. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.